അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണെന്ന് പലപ്പോഴും നമ്മളെ പറ്റിയൊക്കെ ആരോപണം പറഞ്ഞു കേൾക്കാറുണ്ട്. ശരിയല്ല. റസൂലുള്ളാന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലണമെന്ന് മാത്രമല്ല, റസൂലുള്ളാന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുമ്പോൾ ഒച്ചത്തിൽ സല്ലല്ലാഹു, അങ്ങനെയല്ല, മെല്ലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റസൂലുള്ള പഠിപ്പിച്ച ഒരു മര്യാദയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. വേറെ ചില ഹദീസുകളിലൂടെ റസൂലുള്ള പറയാണ്, മൻ സല്ലാ, ആരെങ്കിലും എന്റെ പേരിൽ ആരെങ്കിലും പ്രഭാതത്തിൽ 10 വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ, ആരെങ്കിലും എന്റെ പേരിൽ വൈകുന്നേരം 10 വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ, നാളെ പരലോകത്ത് അവൻ എന്റെ ശുപാർശ കിട്ടുന്നതാ. ഹബീബിന്റെ ശുപാർശ നമുക്ക് കിട്ടണമെങ്കിൽ സ്വലാത്ത് ചൊല്ലണം. എല്ലാവരും സ്വലാത്ത് ചൊല്ലണം. റസൂലുള്ള പറയാണ്, ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ക് നിങ്ങൾ ജവാബ് ചെയ്യണം. ജവാബ് ചൊല്ലിയതിന് ശേഷം നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, എനിക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കുക. എങ്കിൽ ഹല്ലത്തുലഹു ശഫാഅത്തി, നാളെ പരലോകത്തിൽ എന്റെ ശഫാഅത്ത് അവന് ലഭിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്. റസൂലുള്ളാഹിനെ ആദരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹിനെ ബഹുമാനിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളില്ലേ, അത് മുഴുവനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ഹബീബ് തന്റെ ജീവിതം മുഴുവനും ഈ ആദർശം പഠിപ്പിക്കാനല്ലേ ചെലവഴിച്ചത്. ആ റസൂലുള്ള ജനങ്ങളെ ആദ്യമായി പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ സിട്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന മൗലികമായ ആദർശം പഠിപ്പിക്കാനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, റബ്ബിനോട് മാത്രം സഹായം ചോദിക്കുന്ന, റബ്ബിനോട് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, റബ്ബിനോട് മാത്രം തേടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു സുട്ടിയോടും തേടല്ലേ, ഒരു പടപ്പിനോടും തേടല്ലേ, ഒരു ശൈഖിനോടും തേടല്ലേ. അത് ഹബീബിന്റെ ചര്യക്ക് വിരുദ്ധമാ. അതല്ലേ ഖുർആൻ പറഞ്ഞത്, വമയുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. ഹിദായത്ത് ഇന്നതാണെന്ന് വ്യക്തമായിട്ട് ഹബീബിന്റെ മാർഗത്തോട് ആരെങ്കിലും മത്സര്യം കാണിച്ചാൽ നുവല്ലിഹി മാ തവല്ലാ, അവൻ തിരിഞ്ഞു കളഞ്ഞെടുത്തേക്ക് നാം അവനെ തിരിച്ചു കളയും. വനുസ്ലിഹി ജഹന്നം, ജഹന്നമിലിട്ട് നാം അവരെ കരിച്ചു കളയും. വസാഅത്ത് മസീറാ, അതത്ര മോശമായ സങ്കേതമെന്ന് ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയങ്ങൾ ഓരോന്നും പ്രമാണബദ്ധമായി മനസ്സിലാക്കുകയും ജീവിതം ഇസ്ലാമികമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ നമുക്ക് സ്വർഗമുണ്ട്. അത് നമ്മൾ ഉറപ്പുവരുത്തുക.